ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 33.95 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,361.90 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ ഇന്നലത്തെ ഡേ ലോ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് സമയത്ത് തന്നെ. ഡേ ഹൈ ലെവലിൽ നിന്ന് ഇന്നലത്തെ ഡേ ഹൈ വന്നിട്ടില്ലെങ്കിലും ഒരു അപ്പ് മൂവ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടുതൽ ഡൗൺ സൈഡ് വരുമോ നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 24,300, 24,350, പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 24,500, 24,450. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ്, ഫ്രൈഡേ. അപ്പോൾ 350 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 24,350 ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ 350 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണോ ക്ലോസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 350, 370 ലെവൽ. ഇപ്പോൾ 350 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം നല്ലൊരു എൻട്രി കിട്ടുമ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. $24,300, കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ്റ്റർഡേയ്സ് ലോ ആണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഡേ ലോ ലെവൽ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും പുട്ട് ഓപ്ഷൻ എൻട്രി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ, അതായത് പുൾ ബാക്ക് വരും. പുൾ ബാക്ക് വന്നതിന് ശേഷം പുട്ട് ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതിനൊരു പുൾ ബാക്ക് നമ്മൾ വരേണ്ടി വരും. ഇപ്പോൾ ഒരു പുൾ ബാക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ എൻട്രി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഒരു ബെയറിഷ് സൈന് തന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഒരു
15-20 പോയിൻറ്റ്സ് പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 180യിൽ നിൽക്കുന്ന 24,500 ഇപ്പോൾ 180യിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 160യിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു എൻട്രി എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നോക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. 24,500 പുട്ട് ഓപ്ഷൻ 182 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 190യിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആവുമോ നോക്കാം. നെക്സ്റ്റ് സപ്പോർട്ട് 250 ആണ്. നെക്സ്റ്റ് സപ്പോർട്ട് 24,250. ഒൻപത് 30 സമയം. 9:30 ആയി. ഒരു ലോവർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത് കോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു 182 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി 190 ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. നോക്കാം ആക്റ്റീവ് ആവുമോ നോക്കാം. വൺ ലോട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു 20 പോയിൻ്റ് റിസ്ക് എടുക്കാം. ഹയർ ലെവൽസിൽ എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ ഹയർ ലെവൽസിൽ എൻട്രി വരണമെങ്കിൽ എടുക്കാം. എൻട്രി വരാതെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് എൻട്രീസ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ആവട്ടെ ഈ ഒരു ട്രേഡ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു എൻട്രി ആക്റ്റീവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ എൻട്രി എടുത്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ട്. 182 കൃത്യമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു പ്രൈസ് റിജക്ഷൻ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. ഡേ ഹൈ വന്നിട്ടുള്ളത് ഇതുവരെയുള്ള ഡേ ഹൈ 195.95 ആണ്. ഇപ്പോൾ 90 ബ്രേക്ക് ചെയ്ത് അവിടെ തന്നെയാണ് നമുക്കൊരു പ്രൈസ് റിജക്ഷൻ ഒരു പുൾ ബാക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 82 ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ 65ലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഡൗൺ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓൾറെഡി അത് 170യിലേക്ക് വന്നു കഴിഞ്ഞു. നോക്കാം. 165 ആണ് സ്റ്റോപ്പ് ലോസ്. $165 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ഹൈയുടെ മുകളിലാണ് സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ടാർഗറ്റ് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ 250 ലെവലാണ് ടാർഗറ്റായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 24,250 നോക്കാം. 24,325 വന്നിട്ടുണ്ട്. ഒരു 75 പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ എക്സിറ്റ് ചെയ്യാണ്ടി വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കിത് 65 സ്റ്റോപ്പ് ലോസിൽ തന്നെ ഹോൾഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ ഒരു ട്രേഡ് 165 വന്നു. 165ൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് 165ലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റിലൊരു പുൾ ബാക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻട്രി 170യിലാണ് എടുക്കേണ്ടത്. 169, 170യിൽ എടുക്കേണ്ടതിന് പകരം ഞാൻ 182 എടുത്തു. അപ്പോൾ 160 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 20 പോയിൻറ്റ്സിൻ്റെ പുൾ ബാക്ക്. പക്ഷേ
അത് വരുന്നതിന് മുമ്പ് ഹയർ ലെവൽസിലെടുത്തു. 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും അത് വന്നിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഡേ ലോ ബ്രേക്ക് ചെയ്യും, പക്ഷേ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. 24,400 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇനി ഒരു എൻട്രി എടുക്കാൻ കുറച്ച് റിസ്ക് ആണ്. ഓൾറെഡി നമ്മൾ 1.1K ലോസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു നല്ലൊരു ട്രേഡ് മൊമെൻറ്റം വരികയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 2K ലോസ് വന്ന സമയത്ത് ഒരു നല്ലൊരു ട്രേഡ് അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി 2K വന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ 1.1K ലോസിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ 165 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു മൊമെൻറ്റം കോൾ ഓപ്ഷനിൽ വരികയാണെങ്കിൽ നോക്കാം. എന്തായാലും പുട്ട് ഓപ്ഷൻ ഡേ ഹൈ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ലോവർ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ റിക്കവർ ആവുകയും ചെയ്യും. അപ്പം എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നോ ട്രേഡ് സോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബൈയിങ് പ്രഷർ ഉണ്ട്. നിഫ്റ്റിയിൽ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഒരു ട്രേഡേ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു 1.1K ലോസോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂ ഡേ ലോ വന്നിട്ടുണ്ട്. ന്യൂ ഡേ ലോ വന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്ത് ഒരു അപ്പ് മൂവിനുള്ളൊരു തയ്യാറെടുപ്പിലാണോ? പക്ഷെ മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 180 ലെവലിലേക്ക് വീണ്ടും 190 ലെവലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 182 എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 24,500 പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പം 182 ലെവലിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു, എക്സിറ്റ് ചെയ്തു 165. എഗെയിൻ അത് 190ലേക്കാണ് റീടെസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഫോൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് പുട്ട് ഓപ്ഷൻ. അതായത് മാർക്കറ്റ് റിക്കവർ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഈ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിക്കവർ ചെയ്യുള്ളൂ. ഒരു പക്ഷേ ബ്രേക്ക് ഔട്ട് ചിലപ്പം വരാം. ബ്രേക്ക് ഔട്ട് വരുന്നത് വരെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് ആസ് ഓഫ് നൗ ഉള്ളത്. അപ്പോൾ ഇതേതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഡേ ലോ വീണ്ടും വന്നു കഴിഞ്ഞാൽ റിക്കവർ ആവും. അല്ലെങ്കിൽ ഡേ ഹൈ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം എൻട്രി പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 1.1K ലോസിൽ ക്ലോസ് ചെയ്യാം. ഈ ഒരു വീക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം ഇനി ഞാൻ വീഡിയോ എടുക്കാം. നമുക്ക് കുറച്ച് സമയം എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് വന്നതുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡേ ഹൈ 24,300 കോൾ ഓപ്ഷൻ ഇപ്പോൾ ഒരു 181.60 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ ഒരു ഓപ്പൺ ഹൈ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ പോലെ ഡേ ഹൈ വന്ന് ഒരു പ്രീമിയം ഡി കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കോൾ ഓപ്ഷൻ ഡേ ഹൈ ആണ്
വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്പോട്ടിലൊരു ലോവർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു പ്രീമിയം ഡേക്ക് ഒരു 50 പോയിൻറ്റ്സ് ഒരു പുൾ ബാക്ക് 50-60 പോയിൻറ്റ്സിൻ്റെ ഒരു പുൾ ബാക്ക് വരുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ഒരു അപ്പ് മൂവ് വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ചാടിക്കയറി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രീമിയം ഡേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പ്രോപ്പർ കൺഫർമേഷന് ശേഷം ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അത് വന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും ഇത്രയും സമയം വെയിറ്റ് ചെയ്തു. ഞാനിന്ന് ഇനി ഫർദർ ട്രേഡ്സ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ലോവർ ലോ വന്നതിന് ശേഷം ഒരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അത്രയും കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിലും ആ ട്രേഡ്സ് നമ്മുടെ ഒരു റിസ്ക് ക്യാപിറ്റലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ ക്യാപിറ്റൽ ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ നേക്കഡായിട്ട് കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യാം നമുക്ക്, പക്ഷേ അതിൻ്റെ റിസ്ക്കും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ ഒരു റിസ്ക് എങ്കിലും നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും ഡേ ഹൈയിലേക്ക് കോൾ ഓപ്ഷൻ ഓൾമോസ്റ്റ് ഡേ ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. ചില സ്ട്രൈക്ക് പ്രൈസസിൽ എല്ലാ സ്ട്രൈക്ക് പ്രൈസിലും എനിക്ക് തോന്നുന്നത് ലോവർ ഹൈ ആണ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ളത്. ഡേ ഹൈ കോൾ ഓപ്ഷൻ എത്തിയിട്ടില്ല. അപ്പോൾ എൻട്രി കിട്ടാനുള്ള ചാൻസസ് നോക്കാം. ഒരു പ്രൈസ് റിജക്ഷൻ വരുന്നുണ്ട്. അറൗണ്ട് 24,391.10 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ സ്പോട്ടിൽ ഹയർ ഹൈ ആണ് വന്നിട്ടുള്ളതെങ്കിലും ഓപ്ഷനിൽ ഡേ ഹൈ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് അടുത്ത പ്രൈസ് എങ്ങോട്ടാണ്, ചാർട്ട് ക്യാൻഡിൽസ് ഫോർമേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. അതിനുശേഷം ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഇനി 1-1.5 മണിക്കൂറുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. 2 മണി ആവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം.